ഒരു വാക്ക് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അഭിനന്ദനായ പിതാക്കന്മാരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ട് അച്ഛൻ, അൽമായ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ്, അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ ആധുനിക ശതാബ്ദി ആഘോഷങ്ങളുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മലങ്കര സഭയുടെ ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു സുദിനമാണ് 2012 നവംബർ മാസം 25-ാം തീയതി എന്ന് പറയുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയതയുടെയും പ്രതീകമായ കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിതമായി 100 വർഷം തികയുന്നു എന്നുള്ളതാണ് പ്രസ്തുത സുദിനത്തിൻ്റെ പ്രത്യേകത. മലങ്കര സഭ എന്നുമെന്നും സ്വതന്ത്രമാണ്. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ ഒരു കാലത്തും സഭ ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ പൂർവികന്മാർ കൂനംകുരിശ് സത്യത്തിൽ വിളിച്ചു പറഞ്ഞ സന്ദേശം അതായിരുന്നു. ഇടക്കാലങ്ങളിലാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. ആ വൈദേശിക മേധാവിത്വത്തെ 100 വർഷങ്ങൾക്ക് മുൻപ് പരിപൂർണമായി വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവിക പിതാക്കന്മാരെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കപ്പെട്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം നമ്മൾ നടത്തുകയാണ്. ഇതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ഈ സഭ സ്വതന്ത്രമാണ്, ഈ സഭ സ്വയം ശീർഷകത്വമുള്ളതാണ്, ഈ സഭ ദേശീയ സഭയാണ്. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് ഇവിടെ ക്രൈസ്തവ മലങ്കര സഭയുടെ ആരംഭം കുറിച്ചു. 1960 വാർഷികവും സഭയുടെ വാർഷികവും നാം അന്നേ ദിവസം ആഘോഷിക്കുകയാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ സ്വയം ശീർഷകത്വത്തിൻ്റെയും ദേശീയതയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണം ഇവിടെ ഇന്ന് ആ ആഘോഷത്തിൻ്റെ കൊടി ഉയർത്തുന്ന മുഹൂർത്തമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അധ്വാനത്തിന് ദൈവം തമ്പുരാൻ തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇവിടെ കൊടി ഉയർത്താം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ തിരുസുതരത്തിലെ പോലെ ഭൂമിനുവാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ പ്രവർത്തനങ്ങൾ അടിച്ചു കൊള്ളണമേ, അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു, നിന്റെ വ്യക്തിപരമായ കർത്താവായ ശംസിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണനാടിയിലും ദൈവം തമ്പുരാനോട് വേണ്ടിച്ചു കൊള്ളണമേ. ആമേൻ. മാർത്തോമായുടെ പൗരസ്ത്യ സിംഹാസനമതിലാരൂഢൻ പൗലോസ് തുര്യൻ ബാവായ്ക്ക് 1000 അഭിവാദ്യങ്ങൾ. പൗലോസ് തുര്യൻ ബാവായെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ